ധനുഷേ എന്തോ ഷാമേ പറയും. സുരേഷ് ഗോപി വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ റിപ്പോർട്ടറായിരിക്കുന്ന സമയത്തൊക്കെ പല കാഴ്ചകളും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ പല സംഭവങ്ങൾ, പലരെയും സഹായിക്കുന്ന കാഴ്ചകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള മനുഷ്യനാണ്. അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട ഈ 3 നിയമസഭാ മണ്ഡലങ്ങളും വീണ് കഴിഞ്ഞു. പുള്ളിക്ക് അനുകൂലമായി വീണിട്ടുണ്ട്. പുതുക്കാടും മണലൂരും പുള്ളി 2ാം സ്ഥാനത്തെത്തും. അസംശയമില്ലാത്ത കാര്യമാണ്. സുരേഷ് ഗോപി ജയിക്കും തൃശ്ശൂരിൽ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇക്കുറി ജയിച്ചില്ലെങ്കിൽ പിന്നെ ഇല്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി 9 ദിവസം കൂടെയാണ് വോട്ടെണ്ണാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ 9 ദിവസം കഴിയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും, ഞാൻ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷങ്ങളായിട്ടുള്ള സുരേഷ് ഗോപി വിരുദ്ധരോടുള്ള സംഭവം. പക്ഷേ സുരേഷ് ഗോപി വിരുദ്ധർക്ക് മനസ്സിൽ സുരേഷ് ഗോപി ഏത് മനുഷ്യനാണെന്നറിയാം. കാരണം അവർ എപ്പോഴും പറയുന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഗോപി BJP-യിലല്ലായിരുന്നു, സ്വതന്ത്രനായിട്ട് നിന്നെങ്കിൽ പോലും ജയിച്ചു കഴിഞ്ഞാൽ. അതിൻ്റെ അർത്ഥം എന്താ? സുരേഷ് ഗോപി നല്ല മനുഷ്യനാണെന്നല്ലേ. അപ്പോൾ അവർക്ക് BJP വിരുദ്ധതയാണുള്ളത്. എന്തായാലും BJP-യുടെ ഒരു ബാനറിലല്ല സത്യം പറഞ്ഞ സുരേഷ് ഗോപി ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു സുരേഷ് ഗോപി എന്ന ബ്രാൻഡിനാണ് അവിടെ വോട്ട് വീഴാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം. ഞാനിതൊരു പ്രമുഖ BJP നേതാവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സുരേഷ് ഗോപിയെ കൊണ്ട് തൃശ്ശൂർ നിർത്തിയിരിക്കുന്നത്? തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ തൃശ്ശൂർ എടുക്കുന്നതിന്റെ പകുതി പണി പോലും ഇല്ല, എടുക്കേണ്ടി വരില്ല. തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി പാട്ടും പാടി ജയിച്ചു പോകില്ലേ ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് വളരെ ലോജിക്കലി കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, ഇപ്പൊ BJP-യുടെ A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് തൃശ്ശൂരിൽ വന്നോ ആ സമയം മുതൽ തൃശ്ശൂരും BJP-യുടെ A ക്ലാസ് മണ്ഡലമായി. ഇനി സുരേഷ് ഗോപി അവിടെ നിന്ന് എടുത്ത് നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 A ക്ലാസ് മണ്ഡലം ഉള്ളതെന്നും 1 A ക്ലാസ് മണ്ഡലമായിട്ട് അത് ചുരുങ്ങും. അതായത് സുരേഷ് ഗോപി പോയി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ഇല്ല, BJP ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, BJP-ക്കല്ല അവിടെ വോട്ട് വീഴാൻ പോകുന്നത്, സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപി എന്നുള്ള പേരിനാണ് അവിടെ ബ്രാൻഡഡ് നെയിമിനാണ് അവിടെ വോട്ട് വീഴാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ എൻ്റെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ഒരു പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്, അന്തിമ പട്ടിക എടുത്തപ്പോൾ ജില്ലയിൽ 26.67 ലക്ഷം വോട്ടർമാരുണ്ടെന്നാണ് കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കിൽ എത്ര സ്ത്രീ വോട്ടർമാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 13,93,003 സ്ത്രീ വോട്ടർമാർ. 13 ലക്ഷം വോട്ടർമാർ, 14 ലക്ഷത്തിനടുത്ത് സ്ത്രീ വോട്ടർമാരുണ്ട്. പുരുഷ വോട്ടർമാർ 12,74,183 പേരുണ്ട്. ഈ സ്ത്രീ വോട്ടർമാർ ഭൂരിഭാഗവും സുരേഷ് ഗോപിക്കാണ് വോട്ട് കുത്താൻ പോകുന്നത്. രാഷ്ട്രീയ നിരീക്ഷണമാണ് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത്. ഞാൻ അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ, വർഷങ്ങളായിട്ട് അവിടുത്തെ മാധ്യമപ്രവർത്തകൻ, നമ്മൾ ഈ പറയുന്ന പോലെ റിപ്പോർട്ടർമാരെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തട്ടും, പല ജില്ലയിലും തട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി മറിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പല ജില്ലകളിലും എന്നെ കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ തൃശ്ശൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട്, ഏതാണ്ട് 10-15 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന CPM അനുഭാവമുള്ളൊരു മാധ്യമപ്രവർത്തകനോട് ഇക്കാര്യം സംസാരിച്ചു. പുള്ളി പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം സുരേഷ് ഗോപി അവിടെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. 5 കൊല്ലം സുരേഷ് ഗോപി അവിടെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ശക്തൻ മാർക്കറ്റ് നവീകരിക്കുന്ന ഉൾപ്പെടെ 1 കോടി രൂപയാണ് പുള്ളി കൊടുത്തത്. പിന്നെ പുള്ളിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവിടെ തൃശ്ശൂരിൽ ക്യാമ്പയിൻ വന്നത് അറിയാലോ. നരേന്ദ്രമോദി വന്നത് കണ്ടിട്ടാണ് കല്യാണത്തിന് മോളുടെ കല്യാണത്തിന് വന്നു. DK ശിവകുമാർ അടക്കമുള്ളവർ നരേന്ദ്രമോദി വരുന്നത് കണ്ടിട്ട് നമ്മുടെ മുരളീധരന് ക്യാമ്പയിനായിട്ട് വന്നു. പിന്നെ മുരളീധരന്റെ കാര്യം പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ പല കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, കോൺഗ്രസിൽ പടർന്ന് പന്തലിക്കാൻ ശേഷിയുള്ള, അത്രയ്ക്ക് റൂട്ട്സ് ഉള്ള ഒരു വടവൃക്ഷമാണ് മുരളീധരൻ. കോൺഗ്രസിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ ഒരു ബൈറ്റ് എടുക്കാൻ നമ്മൾ പോകുമ്പോഴേ നേതാവാനായിട്ട് അതിനകത്ത് വരാനായിട്ട് ഒരു അടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മുരളീധരനെ വളർത്തി വിടുന്നത് അവർക്ക് ദോഷം കൂടെയാണ്. കാരണം മുരളീധരൻ എല്ലായിടത്തും ജയിക്കുന്നു. ഇവിടെ വട്ടിയൂർക്കാവ് നിന്ന് മത്സരിച്ച മുരളീധരനെ നേരെ വടകരയിലോട്ട് പറഞ്ഞു വിട്ടപ്പോൾ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് പ്രശാന്ത് അടിച്ചോണ്ട് പോയി. അത് വട്ടിയൂർക്കാവ് ഒരിക്കലും പ്രശാന്ത് വിജയിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം കോൺഗ്രസിന് ചില തെറ്റിദ്ധാരണകളുണ്ട്. വട്ടിയൂർക്കാവ് ഒരു നായർ മണ്ഡലമാണ്. ആ നായർ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചില്ലേ? അതെ, ഇറങ്ങി പ്രഖ്യാപിച്ചു. നായരല്ലാത്ത ഒരാളെ കൊണ്ട് നിർത്തി. CPM എന്ന് വെല്ലുവിളിച്ചാണ് നിർത്തിയത്. നായരല്ലാത്ത ഒരാളെ കൊണ്ട് നിർത്തി. അന്ന് VK പ്രശാന്ത് പറഞ്ഞു ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു. VK പ്രശാന്ത് ജയിച്ചു. അവിടെ
എൻ്റെ പല കമ്മ്യൂണിസ്റ്റുകാരായിട്ട് സുഹൃത്തുക്കളുണ്ട്, അവർ പോലും അവിടെ മുരളീധരനാണ് വോട്ട് ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ നിന്ന് പ്രവർത്തിച്ച് വരുന്ന മണ്ഡലമാണ്. അപ്പൊ ആ മണ്ഡലത്തിൽ ഞാൻ ചോദിച്ചു എന്താണ് മുരളീധരന് വോട്ട് ചെയ്യാനുള്ള കാര്യം? റോഡുകൾ നോക്കൂ, വട്ടിയൂർക്കാവ് നമ്മൾ സഞ്ചരിച്ചു നോക്കണം, ഗംഭീര റോഡുകളാണല്ല. ഒരിടത്ത് പോലും നമ്മൾ കാണുമായിരിക്കും ഉണ്ടോ കുഴിയോ. അതിപ്പോ ജനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കാരണം ടാർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരാൾക്ക് പൈപ്പ് കണക്ഷൻ എടുക്കണമെന്ന് തോന്നും, ഉടനെ കുത്തിപ്പൊളിക്കും ടാർ. അങ്ങനെ എന്റെ മണ്ഡലം പുല്ലൂരാണ് കേട്ടോ. അപ്പൊ രാജി സാറ്, സുബാല്, നല്ല റോഡുകളാണ് ഞങ്ങളത്, നല്ല രസമായ റോഡുകൾ കാണാൻ. അപ്പോ അങ്ങനെ അതുകൊണ്ട് റോഡുകൾ നോക്കുന്നേ, റോഡുകൾ എന്ത് ഗംഭീരമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആ റോഡുകളുടെ ഒരു എന്താ പുള്ളി വിതച്ച ആ ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ VK പ്രശാന്ത് അവിടെ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആ പുള്ളി ഗംഭീര പ്രശ്നം വടകരെ കൊണ്ട് നിർത്തി. വടകര ആരാ പുള്ളി ആരാ തോപ്പിച്ചത്? വടകര ജയരാജനെയാണ് തോപ്പിച്ചത്. ജയരാജനെ തോപ്പിക്കാൻ കെൽപ്പുള്ള ഒരു മനുഷ്യൻ. ഇത്തവണ KK ശൈലജ ടീച്ചർ അവിടെ മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്നു. അപ്പോ മുരളീധരൻ അവിടെ നിന്നിരുന്ന മുരളീധരൻ നിന്നിരുന്നെങ്കിൽ BJP പണിത് തോപ്പിച്ചു. അതെ, കാരണം നേമത്ത് പരിപാടി അതെ, നേമത്ത് കുമ്മനം രാജശേഖരനെ തോപ്പിച്ചത് മുരളീധരനാണ് എന്ന സത്യമാണ് അത് കാര്യം. പിന്നെ ശിവൻകുട്ടി വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്ടർ SDPയുടെ 10,000 വോട്ട് ശിവൻകുട്ടി തുച്ഛമായ വോട്ടുകൾക്കാണ് ജയിച്ചത്. അതിൽ SDPയുടെ വോട്ടിന്റെ പങ്ക് ഭീകരമായി ചെയ്തോളാം. എന്താ പറയാ, മാസ് വോട്ടിംഗ്. മുരളീധരൻ ഇല്ല എന്നെങ്കിൽ ചിലപ്പോൾ കുമ്മനം രാജശേഖരൻ ജയിച്ചു പോയി, ഈസിയായിട്ട്. അപ്പൊ ആ മുരളീധരനെ വടകരയിൽ ഇത്തവണ BJP പണിത് തോപ്പിച്ചാൽ എന്നുള്ള വേറൊരു കാര്യം. പക്ഷെ BJP എന്തിനാ പണിയുന്നത്? ഇവര് തന്നെ പണിയായിട്ട് റെഡിയായി നിൽക്കുകയല്ലേ. മുരളീധരനെ കെട്ടിയിറക്കി ഇവിടെ തൃശ്ശൂർ കൊണ്ടിറക്കി. തൃശ്ശൂർ വലിയ രീതിയിൽ സുരേഷ് ഗോപി കോൺഗ്രസ് തൊട്ട് മുരളീധരനെ കിട്ടിയിട്ടില്ല, ഇല്ല. സുരേഷ് ഗോപിക്ക് എതിരാവും എന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ മുരളീധരൻ ഈ പോളിംഗ് കഴിഞ്ഞപ്പോൾ 72% പോളിംഗ് ആയിരുന്നു മൊത്തത്തിൽ നടന്നത്. കഴിഞ്ഞ തവണ 77%, 2019. അവിടെ BJP ചെയ്ത പണി എന്തറിയോ? തൃശ്ശൂര് 65,000 പുതിയ വോട്ടേഴ്സിനെ, BJPയുടെ വോട്ടേഴ്സിനെ അവിടെ ചേർത്തു. ഈ 60,000-ത്തിനെയും അവർ വോട്ട് ചെയ്യിച്ചു, തേടി പിടിച്ചുകൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു. BJP നല്ല പണിയെടുത്തു തൃശ്ശൂര്. പിന്നെ ഈ മാധ്യമപ്രവർത്തനോട് ഞാൻ ചോദിച്ചു, ഞാൻ നേരത്തെ ഒരു മാധ്യമപ്രവർത്തന്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടായിട്ടാണ് അങ്ങനെ പറയുന്ന കാര്യം എന്ന് വെച്ച്, എന്താ കാര്യം എന്ന് വെച്ച്, അതെ ഞാൻ എൻ്റെ ഭാര്യയെടുത്ത് പറഞ്ഞ് പോയി LDFന് കുത്തിയിട്ട് വരാൻ പറഞ്ഞു, അവള് പോയി സുരേഷ് ഗോപിക്ക് കുത്തിയിട്ട് വന്നു. അല്ല, അതാണ് സുരേഷ് ഗോപിയുടെ ഒരു കരിസ്മ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ പല ആൾക്കാരും പുറമെ എതിർക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വോട്ട്. കാരണം ശ്യാം ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് മുരളീധരന്റെ കാര്യം പറഞ്ഞു, അത് പറഞ്ഞു തീർത്തിട്ട് പെട്ടെന്ന്. അതായത് മുരളീധരനെ ഒതുക്കാനുള്ള ശ്രമമാണ്. മുരളീധരൻ ഇനി ഇവിടെയും കിട്ടിയില്ലെങ്കിൽ മുരളീധരൻ ഇനി ഒരു MLA സ്ഥാനമില്ല, മുരളീധരൻ ഒരു MP സ്ഥാനമില്ല, മുരളീധരൻ സൈഡ് ആകും എന്ന് കൃത്യമായിട്ട് ഇവർക്ക് അറിയാം. അതിലാണ് BJPയുടെ ഒരു നോട്ടം എന്ന് പറയുന്നത്. കാരണം പത്മജ പറഞ്ഞിട്ടുണ്ട് എന്റെ ചേട്ടനും വേണമെങ്കിൽ BJPയിലോട്ട് വരാനായിട്ട് റെഡിയാണ്. പുള്ളി എനിക്കറിയില്ല പുള്ളി എത്ര പാർട്ടി മാറിയതാ എന്ന് പുള്ളി. അല്ല, ശോഭചേച്ചി ഒരാളെ കുറിച്ച് പറഞ്ഞു, അല്ലെ ശോഭചേച്ചി പറഞ്ഞു എന്തുണ്ട്, ഞാൻ ഇവരെ ഒന്നും പറയത്തില്ല കേട്ടോ, നാളെ ഇവരെയൊക്കെ ജീന്ന് ചിലപ്പോൾ വിളിക്കേണ്ടി വരും. അതെ, ഇവരെയൊക്കെ ജീന്ന് വിളിക്കേണ്ടി വരും. മുരളിച്ചേട്ടൻ എന്റെ ചേട്ടനാണ്, ചേട്ടൻ എന്തൊക്കെ ചേട്ടൻ ആ സമയത്ത് ദേഷ്യത്തിന് പറയുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ ചേട്ടനെ ഒന്നും പറയാൻ പോകുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു കേസ് അവിടെ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു കരിസ്മയുള്ള ഒരു മനുഷ്യനാണ്. സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാം. കാരണം സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഞാനിത് എഴുതിത്തരാം, ഞാൻ അങ്ങനെ ആരും പറയാത്ത സംഭവമാണ്, ഞാൻ എഴുതിത്തരാം, തൃശ്ശൂർ മാറും. നല്ല പോലെ അത് BJPക്ക് ഉണ്ടാവും. BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട ഒക്കെ ജയിക്കും. പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ മാറ്റുന്ന ആ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞാല് കേരളത്തിൽ മുഴുവൻ ഒരു വലിയ, കാരണം സുരേഷ് ഗോപി ഒരു പ്രത്യേകത ഉണ്ട്. തൃശ്ശൂർ മാത്രമല്ല സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത്, സുരേഷ് ഗോപി എല്ലാ വിഷയത്തിലും കയറി ഇടപെടും. സുരേഷ് ഗോപിയുടെ ഒരു കേസ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപി എവിടെ വന്നപ്പോൾ ഒരു പോലീസുകാരനോട് ഞാൻ MP ആണ്, ഒരു സല്യൂട്ടൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു വിഷയം വലിയ വിവാദമാക്കി. ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും സുരേഷ് ഗോപിയുടെ അടുത്ത് പോകും. അപ്പൊ സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, ഉറപ്പായിട്ടും ഒരു കേന്ദ്രമന്ത്രി. സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപി ചെയ്യാൻ പോവാ, അത് CPM-ന് ഒരു തലവേദനയാവും. കാരണം കേന്ദ്രമന്ത്രി അല്ലാതിരുന്നിട്ട് പോലും സുരേഷ് ഗോപി ഇവിടെ CPM-ന് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. കരുവന്നൂർ ബാങ്ക് വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിലൊക്കെ ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുകയാണ്. CPM-ന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി. കാര്യം അവർക്ക് അവരുടെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരെന്തൊക്കെ ഇറക്കിയാലും വിജയിക്കുന്നില്ല. ഇവരിറക്കിയ ഈ ഇലക്ഷൻ സമയത്ത് ഇറക്കിയ ഒരു സാധനം അറിയാമോ? തൃശ്ശൂര് ക്യാമ്പയിന് പോയി സുരേഷ് ഗോപി, അപ്പൊ പ്രവർത്തകരോട് വഴക്ക് പറഞ്ഞു, ആളുടെ കാര്യം പറഞ്ഞു, ആളിന്റെ കുറവ് പറഞ്ഞു. സുരേഷ് ഗോപി എന്താ പറഞ്ഞെന്നറിയോ? ഇത്ര വോട്ടേഴ്സിനെ, പുതിയ വോട്ടേഴ്സിനെ ചേർക്കാത്ത എന്തായിരുന്നെന്നാ പുള്ളി ചോദിച്ചു. ഇത് നേരെ തിരിച്ചടിച്ചു. സുരേഷ് ഗോപി വന്നിട്ട് ആളില്ലെന്ന് പറഞ്ഞ് വെച്ചടിച്ചു.
അല്ല, അത് എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ പാർട്ടിക്കാരും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ CPM ഒക്കെ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടാണ് വിമർശിക്കുന്നത്. അതിലൊരു സംഭവമാണ് നമ്മുടെ പുറത്ത് വന്ന് ഇപ്പോഴും കിടന്നുകൊടുന്നത്. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, CPM അറിയാം, ഫിക്സഡ് ക്യാപ്സ്യൂൾ വിഷയം അറിയാലോ. നിങ്ങൾ ക്യാപ്സ്യൂളുകളാക്കി വാട്സപ്പിൽ ഇത് പ്രചരിപ്പിക്കുക, നമ്മുടെ അതെങ്ങനെയോ പുറത്തുപോയി. അത് ഇപ്പോഴും വലിയ സംഭവമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി അവിടെ ജയിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. മറിച്ച് അവിടെ സുനിൽ കുമാറാണ് ജയിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് പോലും പുള്ളിക്ക് നേരെ ചൊവ്വേ പറയാൻ അറിയത്തില്ല. ഞാനിത് കുറ്റമായിട്ട് പറയുന്നതല്ല, അത് ഒരു പാർലമെന്റിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് പറയുന്നത്. നല്ല മനുഷ്യനാണ് പുള്ളിക്കാരൻ. പക്ഷേ മനുഷ്യനായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചില ആൾക്കാർ പറയുമല്ലോ, അതായത് ഈ നല്ലൊരു കലാകാരനാണ് അവൻ എന്ന് പറയുമ്പോൾ മറ്റേ പറയുമല്ലോ, കല പുഴുങ്ങി തിന്ന വിശപ്പ് മാറില്ല എന്ന് പറയുന്നത് പോലെ പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണ്. ആയിക്കോട്ടെ, നല്ല മനുഷ്യനാണെങ്കിൽ പുള്ളിക്കാരൻ നമുക്ക് ഇവിടെ വിളിക്കാൻ ചായ വാങ്ങിച്ചു കൊടുക്കാം, പുള്ളിക്കാരന് ചോറ് വാങ്ങിച്ചു കൊടുക്കാം, ഒരു പ്രശ്നമില്ല പുള്ളിക്കാരൻ. പക്ഷേ പാർലമെന്റിൽ പോയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമല്ലേ, നമുക്കതാണല്ലോ വേണ്ടത്. ശരി, സുരേഷ് ഗോപിയെ നിങ്ങൾ ജയിപ്പിക്കേണ്ട, പക്ഷെ പുള്ളിക്കാരൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഉറങ്ങാം, ഒന്ന്. രണ്ടാമത് പുള്ളിക്കാരൻ അവിടെ മലയാളത്തിൽ പ്രസംഗിക്കാം, പുള്ളിക്കാരൻ അവിടെ എഴുതിക്കൊണ്ട് പോകുന്ന ഒരു ചലനങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല. ചലനങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരന്റെ കുടുംബത്തിലുണ്ടാവും. കാരണം പുള്ളിക്കാരന് ശമ്പളം കിട്ടും, പുള്ളിക്കാരൻ സ്വസ്ഥമായിരിക്കും, പുള്ളിക്കാരന് യാതൊരുവിധ പ്രശ്നങ്ങളിലും ഇടപെടാൻ. ഒരു നടൻ ഇവിടുന്ന് അവിടെ പോയി വെറുതെ ഇരിക്കുമായിരുന്നു ഇന്നസെന്റ്. പിന്നീട് പിന്നെ ബെഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ പരിപാടി ഒന്ന് പുള്ളി ഇത് തുറന്നു പറഞ്ഞു. അതെ, ചാലക്കുടിയിൽ നിന്നാണ് പുള്ളി ജയിച്ചു പോയത്. അപ്പൊ പുള്ളി ജയിച്ചു പോയിട്ട് എന്ത് എനിക്കൊന്നും അവിടെ പറയുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ബെഡായി ബംഗ്ലാവിന്റെ ഒരു എപ്പിസോഡിൽ പുള്ളി ഇത് തുറന്നു പറഞ്ഞു. അതെ, എനിക്ക് അവിടെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സുരേഷ് ഗോപിയൊക്കെ നമ്മൾ കൂട്ടുപോയി. കാരണം പുള്ളിക്കാരൻ MP ആയിരുന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ നടത്തിയ പ്രവർത്തനങ്ങൾ വയനാട്, ഇടുക്കി, വട്ടവടയിൽ അഭിമന്യുവിന്റെ അഭിമന്യുവിന്റെ വീട്ടിൽ പുള്ളി പോയതാണ്. അത് കാണാൻ പോയതാണ് അഭിമന്യുവിനെ കൊന്ന സമയത്ത്. ആ കാണാൻ പോയ സമയത്ത് പുള്ളിക്കാരൻ അഭിമന്യുവിനെ കണ്ടിട്ട് വെറുതെ വരികയല്ല ചെയ്തത്. പുള്ളിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം പുള്ളിക്കാരൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പുള്ളി വരില്ല, അങ്ങനെ ചുമ്മാ വരില്ല. അവിടെ പോയി കണ്ടപ്പോൾ അവർ പറയുകയാണ്, വെള്ളമില്ല, ഈ ഗ്രാമത്തിൽ നമുക്ക് വെള്ളം, ശുദ്ധജല ലഭ്യതയില്ല, റെഡിയാക്കി കൊടുത്തു. ആ ദിവസം റെഡിയാക്കി കൊടുത്തു. പുള്ളി, ഞാനൊരു വീഡിയോ കണ്ടതാണ്, പുള്ളി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. പുള്ളി ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവർ പറയാണ്, ഒരു ആദിവാസി ഊരാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇരിക്കുകയാണ്, എന്തോ ഒരു പരിപാടിക്ക് വന്ന് പങ്കെടുക്കാൻ പുള്ളി ഇരുന്നപ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ വെള്ളമില്ല, അപ്പൊ പുള്ളി ചോദിക്കുന്നുണ്ട്, വെള്ളം എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, വെള്ളം ഇവിടെ വരില്ല സാറേ, ഇതൊരു മലയോര പ്രദേശമാണ്, അപ്പൊ നമുക്കിവിടെ ഈ വെള്ളം കൊണ്ടുപോയി താഴെന്ന് മിമിക്രിയും വശമുണ്ട്, നമ്മൾ താഴെന്ന് വെള്ളം ചുമന്ന് മുകളിലോട്ട് കയറ്റേണ്ടി വരും എന്ന് പറയും. പുള്ളി ഉടനെ പറയും, ചുമന്ന് മുകളിലോട്ട് കയറ്റേണ്ടി വരും, അതാണ് നിങ്ങളുടെ പ്രശ്നം. ശരി, ഇപ്പൊ ശരിയാക്കി തരുന്നു. പുള്ളി ഫോൺ എടുക്കുന്നു. പുള്ളി, നിങ്ങൾക്ക് ഇവിടെ പ്ലംബർമാരാരെങ്കിലും പണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട്. ഞാനൊരു 2 പമ്പ് സെറ്റ് വാങ്ങിച്ചു തന്നാൽ ഈ നിമിഷം താഴെ കൊണ്ട് വെച്ചിട്ട് മുകളിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനുള്ള സെറ്റപ്പ് ഉണ്ടാകും, ചെയ്യാം. ഞാൻ നേരിട്ട് കണ്ട ഒരു കാഴ്ച കൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇവിടെ തിരുവനന്തപുരത്ത് കുറച്ച് കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു രോഗമാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായമെല്ലാം സുരേഷ് ഗോപി ചെയ്തിട്ട് ഇവരെ കാണാൻ വേണ്ടി പുള്ളി വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ 2 പേര് കരയുക, അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പാട്ടുപാടി, ആരിരാരോ പാട്ടുപാടി. പുള്ളി അങ്ങനെ പാടും. പിന്നെ വേറൊരു സംഭവം, ഞാൻ റിപ്പോർട്ടർ ആയിരുന്ന സമയത്ത് ഹോട്ടൽ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പരിപാടി നടക്കുന്നു. പരിപാടി എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഗ്രാമങ്ങൾ ദത്തെടുക്കും പുള്ളി. ഇവിടെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് പുള്ളിയാണ് ദത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം പുള്ളിയുടെ വിഷൻ അങ്ങനെയാണ്. പുള്ളി ആ ഗ്രാമം ദത്തെടുത്തു. ഈ ഗ്രാമത്തിൽ എന്താണുള്ളത് എന്ന് ചോദിക്കും. ഗ്രാമത്തിലൊന്നുമില്ല സാറേ, ഇവിടെ കുറച്ച് വാഴക്കൃഷി, ചേനക്കൃഷി, ചേമ്പ് കൃഷി, ഇതാണ്. പുള്ളി പറയുകയാണ്, ഇത് നമുക്ക് ബ്രാൻഡ് ചെയ്യണം. ഈ വാഴ കൃഷി നമ്മൾ ആരും ബ്രാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്രാൻഡ് ചെയ്യണം. പുള്ളിയുടെ വിഷൻ അതാണ്. പുള്ളി എന്നിട്ട് പറയാണ്, നമുക്ക് ഈ ഒരു വാഴ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വാഴ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? വാഴനാര്, വാഴത്തോരൻ, വാഴപ്പിണ്ടി എടുത്ത് വാഴ ഇല വിളമ്പാനുള്ള അതിനകത്ത് പായസം, പഴപ്പായസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ ഇല്ലപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു വാഴ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഞാൻ വാഴ ഫെസ്റ്റോ, എന്താ സാറിന് വാഴ ഫെസ്റ്റ്, അങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. സുരേഷ് ഗോപിയൊക്കെ വരും, ഒന്ന് ചെന്ന് കവർ ചെയ്യാൻ പറയും. ഞാൻ അവിടെ പോയി. സുരേഷ് ഗോപി വന്നു. സുരേഷ് ഗോപി അവിടെ ഇരിക്കുന്നു. നമ്മളിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഓരോ സാധനം. അപ്പൊ നമ്മൾ മാധ്യമപ്രവർത്തകർ ഞാൻ പോകുമ്പോൾ അറിയാം, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധനം കിട്ടും. ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ആൾക്കാർ ഇതെന്താണ് സംഭവം ചോദിക്കുന്നു. പറഞ്ഞ് ഇങ്ങനെ ഇത് സാറിൻ്റെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്, സാറ് ദത്തെടുത്ത ഗ്രാമമാണ്, അപ്പോൾ അവിടെ നമ്മുടെ ഇത് വേറൊരു ലെവലിലോട്ട് പോവുകയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര കിടിലമായിട്ട് കാര്യങ്ങൾ നടത്തണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവിടെ വിളമ്പുമല്ലോ. വിളമ്പുമ്പോൾ ഈ കൊച്ചു പെൺകുട്ടികളാണ് വിളമ്പാനായിട്ട് നിൽക്കുന്നത്. ഈ ദേഹം മൊത്തം വിളമ്പി കഴിഞ്ഞ് മുഷിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞാനാണെങ്കിൽ
സുരേഷ് ഗോപി ഇപ്പം ഞാൻ ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ, അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് സാറേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത് എനിക്കൊരു എന്തോ, ഞാനൊരു ജോലിക്ക് വന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കാഷ്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയേനെ. ജോലിക്ക് വന്നതാണ് ഞാൻ പോയില്ല. അപ്പോൾ പുള്ളിക്കാരന് എല്ലാവരോടും ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാവരോടും ഫോട്ടോ എടുക്കും. അപ്പം ഞാൻ പുള്ളിക്കാരനെ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു. അപ്പം ദൂരെ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി ഈ വിളമ്പി കഴിഞ്ഞ് തളർന്ന് പാത്രമൊക്കെ കഴുകി ഒരു ഡ്രസ്സൊക്കെ പുള്ളിക്ക് പോലും ചിലപ്പോൾ ഇത് ഓർമ്മ കാണില്ല, ഡ്രസ്സൊക്കെ മോശമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ആ പെൺകുട്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, പുള്ളി ഇങ്ങനെ ദൂരെ നിന്ന് ആരാധനയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പുള്ളിയെ നോക്കുന്നു, പുള്ളി എല്ലാവരുടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നിട്ട് പുള്ളി നടന്നു പോകുന്നു. പുള്ളി ഇപ്പോൾ പുറത്തിറങ്ങും. പുള്ളി നടന്നു പോയ പുള്ളി തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് വന്നു. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ നിന്നിട്ട് ഇങ്ങ് വാന്ന് പറഞ്ഞു, കാര്യത്തില് വാന്ന്. എന്നിട്ട് പുള്ളി ഇങ്ങനെ സിനിമ സ്റ്റൈലിൽ നോക്കിയിട്ട് ഫോട്ടോ എടുക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തി. പുള്ളി ദേഹം മൊത്തം മുഷ്ണിക്കുകയാണ് അവന്റെ. കെട്ടിപ്പിടിച്ച് നിർത്തി പുള്ളി ഒരു ഫോട്ടോ എടുത്തിട്ടാണ് പോയത്. അത്ര ഗംഭീരം. പക്ഷെ അന്ന് എനിക്ക് സുരേഷ് ഗോപിയുടെ പല രീതിയിലാണ് പുള്ളിയെ എന്താ പറയാ പിന്നെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RLVക്ക് പുള്ളി വേദി കൊടുക്കാന്ന് പറഞ്ഞു. RLV സമ്മതിച്ചു. അടുത്ത സ്പോട്ടിൽ RLVക്ക് CPM കോള് പോയി. അടുത്ത സ്പോട്ടിൽ CPM വിളിച്ച് വരട്ടി. പോയി കഴിഞ്ഞാൽ അതിന്റെ ഉപ്പാട് വരുന്ന പാർട്ടി പറഞ്ഞു. RLV പേടിച്ചു, അതെനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ശ്യാമ, പുള്ളി ഇത്തവണ ജയിച്ചില്ലെങ്കിൽ, പിന്നെ ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് താമര വിരിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പുള്ളി പിന്നെ ഈ പണി നിർത്തുന്നതാണ് നല്ലതെന്ന് പറയാം. കാരണം പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പുള്ളി എന്തിനാണ് ഇത്, എന്താണ് പുള്ളി ജയിച്ചില്ലെങ്കിൽ BJP-ക്കാർ വേറെ പണിക്ക് പോകും. അതെ, BJP-ക്കാർ വേറെ പണിക്ക് പോകണം. പുള്ളി പിന്നെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ജയിച്ചില്ലെങ്കിൽ പറയുന്നത്. അങ്ങനെ ആവുന്നെങ്കിൽ ആവട്ടെ. എന്തായാലും ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.